ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേളയ്ക്കിനി 3 നാൾ മാത്രം. പുന്നമടയിൽ വെന്നിക്കോടി പാറയ്ക്കാൻ ഇക്കുറി പുന്നമട ബോട്ട് ക്ലബ്ബ് എത്തുന്നത് നടുഭാഗം ചുണ്ടനിൽ. കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ഫൈനലിൽ ആവർത്തിക്കാനായില്ല. വീഴ്ചകൾ തിരുത്തി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി ടീം എന്ന് പരിശീലകൻ രതീഷ് പറയുന്നു. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോഴുള്ളത് നടുഭാഗം ചുണ്ടലിൽ മത്സരിക്കുന്ന പുന്നമട ബോട്ട് ക്ലബിൻ്റെ ടീമിനൊപ്പമാണ്. അവരുടെ പ്രധാന പരിശീലകരും എന്നോടൊപ്പം ഉണ്ട്. ഈ കഴിഞ്ഞ 1 മാസത്തിലധികമായി നീണ്ടുനിന്ന പരിശീലനമാണ്. അതിൻ്റെ രീതികൾ എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്ത് റെക്കോർഡിട്ട ഒരു ടീം കൂടിയാണ് പുന്നമട ബോട്ട് ക്ലബ്. ഈ പ്രാവശ്യം കന്നി വെള്ളിക്കപ്പിന് വേണ്ടി അവർ മത്സരിക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കുക, ഇപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ പരിശീലനം നടക്കുന്നത്? എന്ന് വരെ ഉണ്ട് പരിശീലനം നാളെ കൊണ്ട് നമ്മൾ തീരും. മറ്റന്നാൾ ഒരു ദിവസം റെസ്റ്റ് ആയിരിക്കും, ഫ്രൈഡേ. പിന്നെ നമ്മൾ കോമ്പറ്റീഷൻ സാറ്റർഡേ ആണ്. അതുപോലെ ലാസ്റ്റ് പരിശീലനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അതെ, ഇപ്പം കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ ഏറ്റവും വേഗത്തിൽ നമ്മളായിരുന്നു ഫിനിഷ് ചെയ്ത് ഹീറ്റ്സിൽ ഒന്നാമതെത്തിയത് നമ്മളായിരുന്നു. ഫൈനലിൽ അത് ആവർത്തിക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു അന്ന് സംഭവം? ആ പോരായ്മ ഈ പ്രാവശ്യം പരിഹരിച്ച് നമ്മൾ ഫൈനലിൽ കറക്റ്റായിട്ട് കപ്പ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4:20 ആയിരുന്നു ഹീറ്റ്സിലെ ബെസ്റ്റ് ടൈം വരുന്നത്. പക്ഷേ നമുക്ക് ചെറിയൊരു പോരായ്മ ഫൈനൽ അതായത് ഫിനിഷിംഗ് പോയിൻ്റ് ഇടയ്ക്ക് വെച്ചൊരു ചെറിയൊരു പോരായ്മ പറ്റി. ആ പോരായ്മകളെല്ലാം പരിഹരിച്ച് പ്രാവശ്യം നെഹ്റു ട്രോഫി മുത്തമിട്ടിരിക്കും ഉറപ്പായിട്ടും. ഇത് എവിടെ നിന്നൊക്കെയുള്ള ടീമുകൾ, തുഴച്ചിൽക്കാരാണുള്ളത്? നിങ്ങളുടെ പരിശീലന രീതി ഏത് കായികമായിട്ടുള്ള പരിശീലനങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? അതോടൊപ്പം മാനസികമായ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്ലാസ്സുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ പരിശീലനത്തിൽ ലാസ്റ്റ് സ്റ്റേജാണ്. ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഗ്രൗണ്ട് ആയിരുന്നു, ഫിസിക്കലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലോങ് പ്രാക്ടീസ് ആയിരുന്നു. ഇപ്പം നമ്മൾ സ്പ്രിൻറ്റ് കയറി ഇപ്പം ഫിനിഷിംഗ് ടച്ചിലോട്ടുള്ള പ്രാക്ടീസാണ്. ഇപ്പം നമുക്ക് നാളെ ഒരു ദിവസം കൂടെയുള്ള പ്രാക്ടീസേ ഉള്ളൂ. ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പ്ലേയേഴ്സാണ്. അത് ഹിന്ദിക്കാരുണ്ട്, ഭോപ്പാലിൽ നിന്ന് വന്നവരുണ്ട്, ഹൈദരാബാദിൽ നിന്ന് വന്നവരുണ്ട്, പിന്നെ മലയാളീസ്. എല്ലാം കൂടെ ഒരു ഒത്തൊരുമയായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ ഒരു ടീം സെറ്റിലായിരിക്കും മറ്റന്നാൾ കളിക്കും നമ്മൾ സാറ്റർഡേ. ഇപ്പോൾ ഓരോ ക്ലബ്ബുകളും അവർക്ക് ഈ പരിശീലനം തീരുന്ന ഘട്ടത്തിൽ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിനുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മളും അങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ വൈകുന്നേരം ഗാനമേള അങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ആക്ടിവിറ്റി ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും പ്രാക്ടീസിനോട് തന്നെ പ്ലെയേഴ്സിനെ മോട്ടിവേഷൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് ക്യാമ്പിൽ. 100% ആത്മവിശ്വാസത്തിലാണ് നമ്മൾ പുന്നമടയിലേക്ക്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രാവശ്യം കപ്പ് ഉയർത്തുന്നുള്ളത് 101% ക്ലിയർ ആയിരിക്കും. നമ്മൾ കപ്പ് പൂക്കിയിരിക്കും. അതുതന്നെയാണ് പരിശീലകൻ രതീഷ് പറയുന്നത്. ഇപ്രാവശ്യം പുന്നമടയിലെ പൂരത്തിൽ പുന്നമട ബോട്ട് ക്ലബ്ബ് തന്നെ വെള്ളിക്കപ്പിൽ മുത്തമിടും. ആ ഒരു ശുഭപ്രതീക്ഷയോടെയാണ് അവർ അടുത്ത ദിവസം നെഹ്റു ട്രോഫിക്കായി മത്സരത്തിന് ഇറങ്ങുക. ക്യാമറാമാൻ അനൂപിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.